അങ്ങനെ മായാദേവി മഹാവിഷ്ണുവിനോട് പറയും, കംസൻ്റെ കഴിയാൻ ഇത്രയും കുട്ടിക്ക് പഠിക്കപ്പെട്ടു. വസുദേവയും ദേവകിയും ഉഗ്രസേനനും കായാകെ കെട്ടിനാണ്. ഇനി ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് മായാദേവി മഹാവിഷ്ണുവിനോട് പറയുന്നു. മഹാവിഷ്ണു പറയുന്നു, താമസം ഇന്നലെ വസുദേവ ദേവിക്ക് 7ാമത്തെ ശിശു ജനിക്കും. ആ ശിശുവിനെ യോഗ്യന് ഗർഭത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം മുൻനിർത്തി വസുദേവ ദേവിക്ക് 7ാമത്തെ ശിശു ഉദരത്തിൽ ജനിച്ചു. മായാദേവി ആ ശിശുവിനെ എടുത്ത് വസുദേവൻ്റെ ദ്വിതീയ പത്നിയായ യോഗ്യന് ഗർഭത്തിൽ നിക്ഷേപിച്ചു. ഇത് മനസ്സിലായിരുന്നു. 7ാമത്തെ ശിശു അമ്പാടിയിൽ ജനിച്ചു കഴിഞ്ഞു. ഇനി അമ്പാടിയിൽ തന്നെ മായാദേവി നന്ദഗോപയുടെയും യശോദയുടെയും മകനായി ജനിച്ചു. 2 ജന്മങ്ങൾ ഏതൊക്കെ? ഒന്ന് വസുദേവ ദേവകി 7ാമത്തെ ശിശു മായാദേവിയെ യോഗ്യന് ഗർഭത്തിൽ നിക്ഷേപിച്ചു. 2 നന്ദഗോപക്കും യശോദയ്ക്കും മകനായി ജനിച്ചു മായാദേവി. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്.